ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, എൻ്റെ പൊന്നു പ്രതാപ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. നമ്മുടെ ചതുരംഗ കളിയിലെ ഒരു കാര്യം മാത്രമാണ് പല്ലവി. പല്ലവിയെ വെച്ചാ ഞാൻ പാർവതിയെ വീഴ്ത്താൻ പോകുന്നത്. നീ കണ്ടോ? എനിക്ക് ചേച്ചി പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പ്രതാപം പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ്. വിശാലിന് വേണ്ടി മസാല ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് പാറു. വിശാൽ സാറിന് ഇപ്പോൾ മണമെല്ലാം അറിയാൻ പറ്റുന്നുണ്ടോ എന്ന് പാറു ചോദിക്കുമ്പോൾ ഇല്ലെന്നും എൻ്റെ പെണ്ണിൻ്റെ സുഗന്ധം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയെന്നും വിശാൽ പറയുകയാണ്. ഇത് കേൾക്കുന്ന പാറു നാണത്തോടെ തിരിഞ്ഞു നിൽക്കുമ്പോൾ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പാറുവിനെ ചേർത്ത് പിടിക്കുകയാണ് വിശാൽ. തുടർന്ന് വിശാൽ പറയുകയാണ്, ഈശ്വരൻ എൻ്റെ പ്രാർത്ഥന കേട്ടെന്നാ തോന്നുന്നത്. എനിക്കിപ്പോൾ നിന്റെ സുഗന്ധമൊക്കെ കിട്ടുന്നുണ്ട്. അത്രയും പറഞ്ഞ് വിശാൽ പാറുവിനെ ഉമ്മ വയ്ക്കാൻ ഒരുങ്ങുമ്പോൾ വിശാലിനെ തള്ളിമാറ്റി പാറു പറയുകയാണ്, അതെ, നാളെ രാവിലെ എനിക്ക് ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളതാ. ഏത് ക്ഷേത്രത്തിലേക്കെന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക്. വിശാൽ സാറും എൻ്റെ ഒപ്പം വരണം. അതിനെന്താ, ഞാനും വരാലോ. നീ എവിടെ വിളിച്ചാലും വരാൻ ഞാൻ തയ്യാറാണെന്ന് വിശാൽ പറയുന്നു. ശരി, എനിക്ക് അടുക്കളയിൽ അല്പം ജോലിയുണ്ടെന്ന് പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സുശീലയും ജാസ്മിനും ഒരുങ്ങി താഴേക്ക് വരുന്നതാണ്. അതേസമയം ഗാർഗിയും അങ്ങോട്ടേക്ക് വരുന്നു. അല്ല, നമ്മുടെ കഥാനായകനും നായികയും ഇതുവരെ എത്തിയില്ലേ എന്ന് ഗാർഗി ചോദിക്കുമ്പോൾ ഇല്ലെന്ന് സുശീല പറയുന്നു. അല്ല ജാസ്മിൻ, എനിക്കൊരു സംശയം. നിരീശ്വരവാദിയായി നിനക്കെങ്ങനെയായിപ്പോ ക്ഷേത്ര ദർശനമൊക്കെ വേണമെന്ന് തോന്നിയത്? ഇതിന്റെ പിന്നിൽ ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എൻ്റെ സുശീലാൻറ്റി, ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ നിരീശ്വരവാദിയാണെന്ന്? ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ്, ഇവൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, എല്ലാവരും കൂടി എവിടെ പോകുന്നു? ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ്, ഞങ്ങൾ പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയാമേ. എന്നിട്ട് എന്നോടാരും പറഞ്ഞില്ലല്ലോ എന്ന് പ്രഭാവതി പറയുമ്പോൾ സുശീല പറയുകയാണ്, അത് പിന്നെ പ്രഭേച്ചി എല്ലാം ഇന്നലെ രാത്രിയായിരുന്നു പ്ലാൻ ചെയ്തത്. അമ്പലത്തിലേക്ക് പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ജാസ്മിൻ ആണെന്ന് ഗാർഗി പറയുമ്പോൾ ഒരമ്പരപ്പോടെ ജാസ്മിനെ നോക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. അതേസമയം പാറുവും വിശാലും താഴേക്ക് വരുന്നു. നിങ്ങളും പോകുന്നുണ്ടോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ പാർവതിക്ക് പോകണമെന്ന് പറഞ്ഞു, എന്നെയും വിളിച്ചു, അതുകൊണ്ട് ഞാനും പോകുന്നെന്ന് വിശാലും പറയുന്നു. ജാസ്മിന് ക്ഷേത്രത്തിൽ പോകണമെന്ന് പാർവതിയോട് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ പാർവതിയും വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും സുശീലാൻ്റെയും കരുതി ഞങ്ങളും കൂടി പോകാമെന്ന്. തുടർന്ന് പാറു പ്രഭാവതിയോടും പ്രതാപനോടും കൂടെ വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും നിങ്ങൾ പോയിട്ട് വരാനും പ്രഭാവതി പറയുന്നു. അല്ല, നിങ്ങൾ ഇത്രയും പേരും കൂടി എങ്ങനെയാ പോകുന്നത്? ഇത് കേൾക്കുന്ന വിശാൽ പറയുകയാണ്, എൻ്റെ വണ്ടിയിൽ, അതാകുമ്പോൾ എല്ലാവർക്കും കൂടി ഇരിക്കാമല്ലോ. ശരി, എങ്കിൽ എല്ലാവരും കൂടി പോയിട്ട് വരാൻ പ്രഭാവതി പറയുമ്പോൾ എല്ലാവരും ഇറങ്ങുകയാണ്. ജാസ്മിൻ, മോൾ അവിടെ നിന്നെ, മോളുടെ മുല്ലപ്പൂ ഒന്ന് ശരിയാക്കാനുണ്ട്. നിങ്ങളെല്ലാവരും പോയി കാറിലിരുന്നു. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം പ്രഭാവതി ജാസ്മിനോട് ചോദിക്കുകയാണ്, എന്താ ജാസ്മിൻ, പെട്ടെന്നൊരു ക്ഷേത്ര ദർശനമൊക്കെ, എന്താ നിന്റെ പ്ലാൻ? ഇന്നത്തോടെ പാർവതിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും ആൻറ്റി. അവളുടെ മരണവാർത്ത കേൾക്കാനേ നിങ്ങൾ രണ്ടുപേരും കാത്തിരുന്നു. ക്ഷേത്രത്തിൽ വെച്ചാ ഞാൻ അവളെ കൊല്ലാൻ പോകുന്നത്. അതിനുവേണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ്, നിന്റെ പ്ലാൻ എന്താണെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്താണെങ്കിലും പോയ കാര്യം എത്രയും പെട്ടെന്ന് തീർത്തിട്ട് തിരിച്ചു വാ. അങ്ങനെ ജാസ്മിൻ ഇറങ്ങിക്കഴിയുമ്പോൾ പ്രതാപം പറയുകയാണ്, ചേച്ചി, ജാസ്മിൻ ആള് കൊള്ളാലോ. പിന്നീട് കാണിക്കുന്നത് വിശാലും പാറുവും മറ്റുമെല്ലാം ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നതാണ്. നമുക്ക് പോയി തൊഴാമെന്ന് പാറു പറയുമ്പോൾ നിങ്ങൾ അകത്തോട്ട് പോയിക്കോളാനും ഞാൻ പിന്നാലെ വരാമെന്നും സുശീലയും ജാസ്മിനും പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ സുശീല പറയുകയാണ്, ഞാൻ കരുതിയില്ല അവൾ നമ്മുടെ കൂടെ വരുമെന്ന്. എനിക്കറിയാമായിരുന്നു ആൻറ്റി അവൾ വരുമെന്ന്. ഞാനിവിടെ ആളെ എന്താണെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ അയാളെ നോക്കട്ടെ. അതേസമയം തലയ്ക്ക് സുഖമില്ലാത്ത ഒരാൾ സുശീലയുടെയും ജാസ്മിൻ്റെയും ചുറ്റും വന്ന് കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതേസമയം അവരെ വീക്ഷിച്ചുകൊണ്ട് അവിടെ മണിക്കുട്ടൻ ഉണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചനയ്ക്കുള്ള രസീത് എടുത്തിട്ട് പാറുവും വിശാലും അകത്തേക്ക് കയറുന്നതാണ്. ഒപ്പം ഗാർഗിയുമുണ്ട്. അർച്ചനയുണ്ടെന്ന് പറയുമ്പോൾ ചുറ്റമ്പലത്തിൽ തൊഴുതിട്ട് വരാൻ തിരുമേനി പറയുന്നു. തുടർന്ന് പാറു പറയുകയാണ്, തിരുമേനി, ഭർത്താവിൻ്റെ ആരോഗ്യ സൗഖ്യത്തിന് മണിയടിക്കുന്ന ഒരു വഴിപാടുണ്ടെന്നറിഞ്ഞു. എനിക്കത് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അതിനെന്താ, നേർച്ച നടത്താലോ. പൂജ കഴിഞ്ഞ് ഞാൻ തന്നെ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. പിന്നീട് കാണിക്കുന്നത് ഗായത്രി വിലയാണ്. ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയ വിപിൻ്റെ അടുത്തേക്ക് പല്ലവി ചെല്ലുകയാണ്. സാറേ, ഞാനും കൂടി വരട്ടെ? ഇവിടെ ആരുമില്ല, എനിക്കാകെ ബോറടിയാ. അല്ല, എല്ലാവരും എവിടെ പോയി? എല്ലാവരും പൗർണമി ദേവി ക്ഷേത്രത്തിലേക്ക് പോയി. ജാസ്മിൻ കൂട്ടിക്കൊണ്ട് പോയത്. ഇത് കേൾക്കുന്ന വിപിൻ ഒരു ഞെട്ടലോടെ പല്ലവിയെ നോക്കുകയാണ്. എനിക്കിവിടെ ബോറടിയാ സാറേ, ഞാനും കൂടി വരട്ടെ? അതെ, ബോറടി മാറ്റാനുള്ള സ്ഥലമല്ല ഗായത്രി ഗ്രൂപ്പ് ആൻഡ് കമ്പനീസ്. നീ ഇവിടെ എങ്ങാനും ഇരുന്നാൽ മതി. അത്രയും പറഞ്ഞിട്ട് വിപിൻ പോകുമ്പോൾ പല്ലവി പറയുകയാണ്, നിങ്ങൾ കണ്ടോ സാറേ, അവളിരുന്ന് ഭരിക്കുന്ന കസേരയിലിരുന്ന് ഞാൻ നിങ്ങളുടെ കമ്പനി ഭരിക്കും, അധികം വൈകാതെ തന്നെ.
പിന്നീട് കാണിക്കുന്നത് ജാസ്മിനെയും സുശീലയുമാണ്. താൻ ഏർപ്പാടാക്കിയ ആളെ അന്വേഷിച്ച് നടക്കുകയാണ് ജാസ്മിൻ. അങ്ങനെ ജാസ്മിൻ അയാളെ കാണുകയാണ്. എന്തായി, എല്ലാം ഓക്കെ അല്ലേ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ എല്ലാം ഓക്കെ ആണെന്നും മേഡം പറഞ്ഞതുപോലെ മണിയിൽ കറണ്ടിന്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ടെന്നും അയാൾ പറയുന്നു. കാര്യങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ചെയ്തതെന്ന് അയാൾ പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ചുമ്മാതൊന്നുമല്ലല്ലോ, നല്ല രീതിയിൽ തന്നെയല്ലേ ഞാൻ കാശ് തന്നത്. തുടർന്ന് ജാസ്മിൻ സുശീലയും കൊണ്ട് അകത്തേക്ക് പോയിട്ട് മണി കാണിച്ചു കൊടുക്കുകയാണ്. അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വന്ന് മണിയടിച്ച് അവള് എർത്തടിച്ച് താഴെ വീഴും. അത്രയും പറഞ്ഞ് മണിയിലേക്ക് നോക്കി പൊട്ടിച്ചിരിക്കുകയാണ് സുശീലയും ജാസ്മിനും. അതേസമയം ആ ഭ്രാന്തൻ അവിടെ വന്ന് അവരെ രണ്ടുപേരെയും നോക്കുകയാണ്. തുടർന്ന് തൊഴുത് പ്രസാദം വാങ്ങാൻ വന്ന് നിൽക്കുകയാണ് പാറുവും വിശാലും. തിരുമേനി, വിശാൽ സാറിന് ദീർഘായുസുണ്ടാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പാറു പറയുമ്പോൾ രണ്ടുപേരുടെയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ് തിരുമേനി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്.